അതെ കളിങ്ക് ബോയ്സേ. ബാക്കി പിള്ളേരെല്ലാം എന്തേ കളിങ്ക് ബോയ്സിന്റെ? പിള്ളേരെല്ലാം ഉണ്ടോ ഇന്നൊരുടെയും കണ്ടൊക്കെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട്. അല്ല ആരെയും കാണുന്നില്ല. നിങ്ങൾ ബുക്ക് പിള്ളേർക്ക് തന്നെ കൊടുത്തോ അതോ മറിച്ച് വിറ്റോ? ഇനി എന്നാ ചോദ്യമാണ് കുഴപ്പം. ബുക്ക് എല്ലാവർക്കും എത്തേണ്ട എല്ലാവർക്കും സംഗതി എത്തിയിട്ടുണ്ടോ? ഉറപ്പാണല്ലോ, മാറ്റമില്ല. ഇത് മാറ്റമില്ല. കളിങ്ക് ബോയ്സ് അപ്പൊ ഇനി തുടരുമായിരിക്കും. കളിങ്ക് ബോയ്സ് തുടരുമല്ലേ, പിന്നെ അതെന്നാ ചോദ്യം ചോദിക്കുന്നു. നമ്മൾ പിള്ളേരുണ്ടല്ലോ എല്ലാരും പാഞ്ഞ് നടക്കുക. സംഗതി അറിയാമല്ലോ എന്നാന്നല്ലേ, പറഞ്ഞു കൊടുക്കണ എന്നാന്നല്ലേ ഫുട്ബോള്. നിങ്ങൾക്ക് ബുക്ക് എങ്ങനെയാ കിട്ടിയത്? സ്പോൺസർ ആണോ അതോ നിങ്ങൾ തന്നെ പൈസ മുടക്കി മേടിച്ചാണോ? കുറച്ച് സ്പോൺസർ കിട്ടിയതാ, കുറച്ച് നമുക്ക് കിട്ടും. പിന്നെ ബാക്കി പിന്നെ കുറച്ച് പൈസ നമ്മുടെ കയ്യിൽ നിന്നല്ലോ. അതിപ്പോ ഇത്രയും പേർക്കുണ്ട് 500 ബുക്കെല്ലാം വേണ്ടി എത്ര വേണമല്ലോ. ഇത്രയും പേർക്ക് നമ്മള് സംഗതികൾ കയറി വരണ്ടേ നമ്മള്. അല്ലെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുന്നുണ്ട്, നമ്മളിപ്പോ ഒരു സന്നദ്ധ പ്രവർത്തനമായിട്ട് ഈ സംഗതി നമ്മൾ കണ്ടിരിക്കുക. അതെ, നാട്ടിൽ മുഴുവൻ ഇപ്പൊ ഒരു പാട്ടായില്ലേ. പിന്നെ ആ കാര്യത്തിൽ ഓക്കെ. എന്തായാലും കളിങ്ക് ബോയ്സ് നമ്മുടെ നാട്ടുകാർക്ക് എല്ലാവർക്കും ഫേമസ് ആയിക്കൊണ്ടിരിക്കുക. നമുക്ക് കുറച്ചൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതിൽ നിന്നെല്ലാം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കയറി നമ്മൾ സംഗതി സെറ്റ് ആയിക്കൊണ്ടിരിക്കുക. അല്ല, നമ്മൾ ഇത്രയും പേര് കൂടി കഴിയുമ്പോഴേ അതിന് അതിൻ്റെതായ ഒരു ഇപ്പം നാട്ടിലെ ജനങ്ങൾക്ക് തന്നെ ഒരു ഇതായി. കാരണം നമ്മൾ ചെറുപ്പക്കാർ ചെയ്യുന്ന ഇതൊരു പരിപാടിയാണല്ലോ. അപ്പൊ അത് അതിനിപ്പോ എന്തായാലും നല്ല സപ്പോർട്ടാണ്. എന്നാണത് കോർഡിനേറ്റർ ഇവനാണോ? അതെ അതെ, മുടിയന്റെ മുടിയാണ് ഫേമസ്. മുടിയാണ് മുടിയൻ വിളിക്കാൻ തുടങ്ങി. അതെ അതെ, നമ്മളെ ഫുട്ബോൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാം. അമ്മാർ നമ്മുടെ പിള്ളേരോട് ഇങ്ങോട്ട് വന്നിട്ട് രാജേഷും വിഷ്ണു അമ്മാരെല്ലാം വന്നിട്ടുണ്ടല്ലോ, നമുക്കൊരു 21 ഇഞ്ച് വലിയ സ്ക്രീൻ വലിച്ചു വരണം. അത്ര വലുത് വേണം. എന്നിട്ട് നമ്മൾ സെമി ഫൈനൽ തൊട്ട് നമ്മൾ ലൈവ് അടിക്കുക ചെയ്യണം കേട്ടോ. കാരണം ബാക്കിയുള്ളതല്ലേ പ്ലസ് വന്നു. പിന്നെ എല്ലായിടത്തും വന്നു, നമ്മുടെ നാട്ടിൽ മാത്രമില്ല. 140 പ്ലസും 21 ഇഞ്ച് LED TV LED വാളെ നമ്മൾ കളി അങ്ങോട്ട് സെറ്റ് ചെയ്യുക. അവിടെ ആകുമോ? നടപടി ആക്കണം. എടാ ഒരു മിനിറ്റേ, എടാ ദിവസം ഒരു കാര്യം ചെയ്യും, നീ മാറിക്കും. എന്നാ സംഭവം അറിയില്ല. നീ ചിലപ്പം വെറുതെ ഒരു സീൻ ഉണ്ടാക്കണ്ടല്ലോ. ഇവിടെ വന്ന സീൻ അവിടെ ഉള്ള പ്രഭാതം ഞാൻ നൈസായിട്ടങ്ങ് മാറി. കുഴപ്പമാവും, വലിയ വിഷയമാവും. ഞാൻ നൈസായിട്ടങ്ങ് മാറി. നീ മാറി. അങ്ങനെയാണ് കാര്യങ്ങൾ. ജോസോട്ടോ, എന്താണ് വിശേഷം? കാണുന്നില്ലല്ലോ. ജോസേട്ടൻ തപ്പി വന്ന ആളൊന്നും ഇവിടില്ല. ഞാനാരും തപ്പി വന്നതൊന്നുമല്ല, നിങ്ങളെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. നാട്ടിൽ മുഴുവൻ നിങ്ങളെ കുറിച്ചാണല്ലോ ഇപ്പൊ സംസാരം. നാട്ടിലെന്ത് സംസാരം? നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ പിള്ളേർക്ക് ബുക്കെല്ലാം കൊടുത്തില്ലേ? അത് തന്നെ നല്ലൊരു കാര്യമാണ്. ബാക്കി പിള്ളേരൊക്കെ എന്ത് ചെയ്യും? പിള്ളേരൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ജോസേട്ടൻ തപ്പി വന്ന ആൾ മാത്രം ഇവിടെ ഇല്ല. എന്തായാലും നിങ്ങൾ സംഗതി കലക്കി. ഇതുപോലുള്ള നല്ല കാര്യങ്ങളാ നിങ്ങൾ ചെറുപ്പക്കാർ ചെയ്യേണ്ടത്. പോവാ, കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എടാ മോനെ, നിനക്കെന്താ എന്നോട് പരിഭവമാണ്? എനിക്കെന്ത് പരിഭവം ജോസേട്ടാ? പരിഭവം മുഴുവൻ നിങ്ങൾക്കല്ലേ. എടാ മോനെ, അപ്പോഴത്തെ എൻ്റെ മാനസിക നില അങ്ങനെയായിരുന്നു. പെട്ടെന്ന് നിന്നെ ഉൾക്കൊള്ളാൻ പറ്റിയില്ല. എൻ്റെ മകളുടെ മുഖം ഓർത്തപ്പോൾ എനിക്ക് നിന്നെ വെട്ടിക്കൊല്ലാനാണ് കഴിഞ്ഞത്. ഒറ്റപ്പെട്ടിനെ തീർക്കത്തില്ലായിരുന്നു. ആർക്കും വേണ്ടാത്തവനല്ല ഞാൻ. എൻ്റെ കൂട്ടുകാർ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിൽ നിന്ന് പിന്മാറിയത്. എൻ്റെ ശല്യം ഉണ്ടാകാതിരിക്കാനല്ല ജോസേട്ടാ അവളെ കൊണ്ട് ജോസേട്ടൻ ദൂരെയുള്ളൊരു കോളേജിൽ കൊണ്ടാക്കിയത്. ജോസേട്ടൻ ഒന്നോർത്തു, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അവളെ. മറക്കാം, പക്ഷെ ഉണ്ടല്ലോ ഹൃദയത്തിൻ്റെ ഒരു കോണിൽ അവൾ എന്നും ഉണ്ടാവും ജോസേട്ടാ. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു ജോസേട്ടാ അവളെ. എടാ മോനെ, ഞാൻ വളർന്നതും എടുത്തതും എല്ലാം ഇവിടെ തന്നെയായിരുന്നു. അവൾക്ക് നാളെ എൻ്റെ ഗതി വരരുത്, അതോർത്താൻ ഞാനത് സമ്മതിക്കാനില്ല. മക്കളുടെ നല്ല ഭാവി ആഗ്രഹിക്കാത്ത മാതാപിതാക്കളുണ്ട്. ആയിക്കോ, നിങ്ങളുടെ മോക്ക് നിങ്ങളുടെ നല്ല ഭാവി ഉണ്ടായിക്കോ. അവളെ ദൈവം എനിക്കായിട്ടാ ഒരുക്കിയിരിക്കുന്നെങ്കിലേ അവളെ എനിക്ക് തന്നെ തരും. പക്ഷെ അത് ഒരുത്തൻ്റെ കണ്ണീര് ചവിട്ടി ആകരുത്. നല്ല ഭാവി ഉണ്ടാക്കരുത്. കോട്ടയം ചേട്ടാ, കാണാം. ജോസേട്ടാ, നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ അവിടെ നിന്ന് കേൾക്കുമായിരുന്നു. എൻ്റെ മനസ്സ് തകർന്ന ജോസേട്ടാ പോയിരിക്കുന്നത്. ഒരല്പം മനസ്സിൽ കാണിച്ചുകൂടെ? മനസ്സിൽ കാണിക്കാം.
നിങ്ങൾക്കൊരു പേരുണ്ടല്ലോ, കലിമ്പ് വോയിസോ. ആ പേരൊന്ന് മാറട്ടെ. അവനോട് ഇഷ്ടമില്ലാഴികയില്ല, കാര്യങ്ങളൊക്കെ ആലോചിക്കാനുള്ളതേ ഉള്ളൂ. അപ്പൊ കാര്യങ്ങളൊക്കെ ഒരുമാതിരി സെറ്റാ. കലിംഗ് ബോയ്സിന് സന്തോഷിക്കാൻ കുറച്ച് വകയായി. അവനൊരു പാവം എൻ്റെ മുന്നേറ്റ.